ഹായ്, നമ്മുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നിങ്ങൾ തമ്പ്നെയിലിൽ കണ്ട പോലെ തന്നെ ഇന്നൊരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് നല്ല അടിപൊളി ടേസ്റ്റി ഹെൽത്തി റെസിപ്പിയാണ്. നിങ്ങളിപ്പോൾ വെയിറ്റ് ലോസ് അല്ലെങ്കിൽ ഫാറ്റ് ലോസിനൊക്കെ ട്രൈ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡെയിലി മെനുവിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പി. പൊതുവേ അമ്മമാർ ഈ വെയിറ്റ് ലോസിന് ട്രൈ ചെയ്യുന്നവരൊക്കെ പറയാറുള്ളത് അവർക്ക് വേണ്ടി സെപ്പറേറ്റ് കുക്ക് ചെയ്യാൻ പറ്റാറില്ല, അങ്ങനെയൊക്കെയാണ്. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ബാച്ച് കുക്കിംഗ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യം. അതായത് 2-3 നേരത്തേക്കുള്ളത് ഒരുമിച്ച് അങ്ങ് കുക്ക് ചെയ്ത് വയ്ക്കാം. അതിന് പറ്റിയ ഒരു അടിപൊളി റെസിപ്പി കേട്ടോ. ഇതിനധികം പണിയൊന്നുമില്ല. ഒരു 2-3 നേരത്തേക്ക് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, മൊത്തം റെഡിയാണ്. നിങ്ങൾക്ക് ആ ഡയറ്റും സ്റ്റിക്ക് ചെയ്ത് പോകാനും പറ്റും, നിങ്ങളുടെ ടൈമും ഒത്തിരി സേവ് ചെയ്യാം. ഇനി എനിക്ക് ഈ റെസിപ്പി എവിടെ നിന്നാണ് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ചാനൽ തന്നെ വഴി പരിചയപ്പെട്ട ധന്യ എന്നുള്ള ഒരാളുണ്ട്. ഞങ്ങളപ്പോൾ 2 ആഴ്ച മുന്നേ ധന്യയുടെ വീട്ടിൽ പോയി. അപ്പോൾ ധന്യയുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ധന്യ എനിക്ക് ഞാൻ ഡയറ്റാന്ന് പറഞ്ഞ് സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാക്കി തന്നു. ആ ഒരു സ്പെഷ്യൽ ഫുഡാണ് കേട്ടോ ഇത്. എനിക്ക് മാത്രം സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടാക്കി തന്നു കേട്ടോ. ഞാൻ ഈ ചാനൽ വഴി തന്നെ പരിചയപ്പെട്ടതാണ്. അപ്പോൾ ഞാൻ അന്ന് ധന്യയുടെ അടുത്ത് നിന്ന് മേടിച്ച റെസിപ്പിയാണിത്. ഇതൊരു എന്താ പറയുക, ഡയറ്റ് ഫുഡായിട്ടൊന്നും തോന്നില്ല കേട്ടോ. ഇത് നല്ല എന്താ പറയുക, നല്ല ടേസ്റ്റാണ്. ഒരു റെസ്റ്റോറൻറ്റ് ക്വാളിറ്റി ഫുഡ് എന്നൊക്കെ പറയത്തില്ലേ, അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത്. അപ്പോൾ എനിക്കിത് ധന്യ തന്ന റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ എൻ്റെ മാക്രോസ് ഫിറ്റ് ചെയ്യുന്നതിനനുസരിച്ച്, അതായത് എൻ്റെ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ് അങ്ങനെ അതിനനുസരിച്ച് ഫിറ്റ് ആകുന്നതിനനുസരിച്ച് ഞാൻ ഇതിലെ ഇൻഗ്രീഡിയൻസിൻ്റെ മെഷർമെൻറ്റ്സിൽ കുറച്ച് മാറ്റമൊക്കെ വരുത്തിയിട്ടുണ്ട്, പ്രത്യേകിച്ച് ബട്ടറിൻ്റെ അളവിലൊക്കെ. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് 4 സെർവിങ്ങിനുള്ള ഞാൻ എങ്ങനെയാണ് കുക്ക് ചെയ്യണമെന്നുള്ളതാണ്. പക്ഷെ പലരും എത്ര സെർവിങ്ങിനാണ് ഉണ്ടാക്കണമെന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കറക്റ്റ് ഒരു സെർവിങ്ങിന് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്, അതിൻ്റെ മെഷർമെൻറ്റ്സും. അപ്പം നിങ്ങൾ എത്ര സെർവിങ്ങിനാണോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു നമ്പർ വെച്ച് ആ മെഷർമെൻറ്റ്സ്, ആ ഇൻഗ്രീഡിയൻസിൻ്റെ മെഷർമെൻറ്റ്സ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു സെർവിങ്ങിന് വേണ്ട ഈ ഒരു കംപ്ലീറ്റ് മീലിൻ്റെ കാലറീസ് ആണ് കേട്ടോ. ഏകദേശം 433 കാലറീസ് ആണ് വരുന്നത്. ഇതിലും അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ, ഫാറ്റ്, കാർബ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ റെസിപ്പി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സെർവിങ്ങിന് 10 ഗ്രാം കണക്ക്, ഞാനിപ്പോൾ 4 സെർവിങ്ങിനാണല്ലോ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് 40 ഗ്രാം ബട്ടർ എടുത്ത് ഒന്ന് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് വെളുത്തുള്ളി ഗ്രേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇവിടെ കിട്ടുന്ന വെളുത്തുള്ളിക്ക് അങ്ങനെ വലിയ ഫ്ലേവറൊന്നും ഇല്ലാത്ത അറൗണ്ടാണ് കേട്ടോ ഞാൻ ഇത്ര എടുത്തിരിക്കുന്നത്. ഇപ്പം നല്ല നാടൻ വെളുത്തുള്ളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വല്ല 3-4 അല്ലി മതിയാകും. ഇനി ആ ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പാഴ്സ്ലിയാണ്. ഇത് ഇച്ചിരി ഡ്രൈഡ് ആയിട്ടുള്ള പാഴ്സ്ലിയാണ് കേട്ടോ, അതും ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും പിന്നെ ഒരു ഹാഫ് ലെമണിൻ്റെ ജ്യൂസും. ഈ പാഴ്സ്ലിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ അതിന് കറക്റ്റ് മെഷർമെൻറ്റ്സ് ഒന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടുന്നതിനനുസരിച്ച് ആഡ് ചെയ്യുക. പക്ഷേ ബട്ടറിന് കറക്റ്റ് മെഷർമെൻറ്റ്സ് ഉണ്ട്. പെർ സെർവിങ്ങിന് 10 ഗ്രാം കണക്ക്. ഓക്കെ, ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ 4 സെർവിങ്ങിനാണല്ലോ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് 4 മീനിൻ്റെ ഫില്ലറ്റ് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് സാൽമൺ ആണ്. അതൊരു ബേക്കിംഗ് ട്രേയിൽ ഒരു ബേക്കിംഗ് പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഞാൻ വച്ചിരിക്കുന്നത്. ഒന്ന് ക്ലീനിങ് പണി എളുപ്പമാക്കാനും പിന്നെ അത് വെന്ത് കഴിഞ്ഞ് വരുമ്പോൾ, ബേക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും ഒന്ന് പെട്ടെന്ന് അതിൽ നിന്ന് എടുക്കാൻ പാകത്തിന്. ഇനി ഈ സാൽമണിൻ്റെ മുകളിലോട്ട് നമ്മളിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ബട്ടറിൻ്റെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു മിക്സ്ചർ ഉണ്ടല്ലോ, അതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ബ്രഷ് ഇല്ലാത്തവർ എന്നെപ്പോലെ ഇതുപോലെ സ്പൂൺ വെച്ച് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി സാൽമണിൻ്റെ ഫില്ലറ്റ് ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു സെർവിങ്ങിന് 200 ഗ്രാം വെച്ച്, അപ്പോൾ 4 സെർവിങ്ങിന് ഉണ്ടാക്കുന്നത് കൊണ്ട് 800 ഗ്രാം ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയപ്പാടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. തൊലിയൊന്നും കളഞ്ഞിട്ടൊന്നുമില്ല. അത്യാവശ്യം ചെറുതായിട്ടാട്ടോ അരിഞ്ഞിരിക്കുന്നത്. ഇനി അതൊരു വലിയ ബേക്കിംഗ് ട്രേയിൽ ഞാനിങ്ങനെ നിരത്തിയിട്ടുണ്ട്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു ചെറിയ പാത്രത്തിൽ കൂട്ടിയിട്ട് ബേക്ക് ചെയ്യാൻ വയ്ക്കരുത്. അപ്പോൾ അതിങ്ങനെ ഒരു മാതിരി സ്റ്റീം ചെയ്തൊരു ഫീലോ. മാക്സിമം എത്രത്തോളം ഗ്യാപ്പ്, അതായത് ഓരോ പൊട്ടറ്റോ അധികം ഒട്ടിക്കിടക്കാതെ ഇച്ചിരി ഗ്യാപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ഞാൻ ഈ ബേക്കിംഗ് ട്രേയിലോട്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. 4 സെർവിങ്ങിനുള്ളത് കൊണ്ട് 800 ഗ്രാം ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മളിപ്പോൾ എടുത്തുണ്ടാക്കിയ ആ ബട്ടറിൻ്റെയും ഗാർലിക്കിൻ്റെയും ആ ഒരു മിക്സ്ചർ ഉണ്ടല്ലോ, അത് കുറച്ച് നമ്മൾ മീനിൻ്റെ മുകളിൽ പരട്ടി അതിനുശേഷം ബാക്കിയുള്ളത് മുഴുവൻ ഈ പൊട്ടറ്റോൻ്റെ ഈ മിക്സ്ചറിലോട്ട് ഇടുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കുരുമുളക് പൊടിയോ ആവശ്യത്തിന് ഉപ്പൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത അവനിലോട്ട് ഞാൻ ഈ ഉരുളക്കിഴങ്ങും പിന്നെ ഈ മീനും കൂടെ വയ്ക്കാൻ പോവാണ്. ഞാൻ മേളിലത്തെ ട്രാക്കിൽ പൊട്ടറ്റോയും താഴെ സാൽമണുമാണ് വച്ചിരിക്കുന്നത്. ഇനി ഇതൊരു 20 മിനിറ്റ് ആയപ്പോഴത്തേക്കും സാൽമൺ ബേക്ക് ചെയ്ത് കിട്ടി. ഞാൻ ഉരുളക്കിഴങ്ങ് ഒരു 25 മിനിറ്റോളം വെച്ചു. അപ്പോൾ അങ്ങനെ 25 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പോൾ ദേ രണ്ടും റെഡി ആയിട്ടുണ്ട്. അത് പുറത്തെടുത്ത് വച്ചേക്കുന്നതാണ് കേട്ടോ. ഇനി ഇത് ഇന്ന് ചൂടാറി കഴിയുമ്പോഴത്തേക്കും ഞാനൊരു ബോക്സിലാക്കി എടുത്ത് വയ്ക്കും. ഇനി ഞാനിതിപ്പോൾ
മീലായിട്ട് കാണിക്കാൻ പോകുന്നത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. ഞാനിതൊരു സൺഡേ രാത്രി ഉണ്ടാക്കി വെച്ച് ഞാൻ മൺഡേ കഴിക്കുമ്പോൾ ഉള്ള ഈ ഒരു പ്ലേറ്റാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരു സാൽമൺ ഫില്ലറ്റ് എടുത്തിട്ടുണ്ട്. നമ്മൾ എത്ര എന്തോരം പൊട്ടറ്റോയാണോ കുക്ക് ചെയ്ത് വെച്ചത് അതിനെ നിങ്ങൾ എത്ര സെർവിങ്ങിനാണോ ഉണ്ടാക്കിയത് അതിനനുസരിച്ച് അതിൽ നിന്നൊരു പോർഷൻ എടുക്കുക. പിന്നെ ഇതിൻ്റെ ഒപ്പം ഞാനിപ്പോൾ എക്സ്ട്രാ വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് സുക്കിനി ആട്ടോ. ഞാനിത് ജസ്റ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുത്തിട്ടുള്ളൂ. ഇതിൽ എന്താ പറയുക, എണ്ണ ഒന്നുമില്ല, ജസ്റ്റ് സാധാ ആവി കയറ്റി എടുക്കുന്നോണം. ഇപ്പോൾ സുക്കിനി തന്നെ വേണമെന്നില്ല, ചിലപ്പോൾ ബീൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ആസ്പരാഗസ് ആയിരിക്കാം, ഏതെങ്കിലും ഒരു ഗ്രീൻ വെജിറ്റബിൾ ഏകദേശം ഒരു 100 ഗ്രാമോളം എടുക്കാം. കുക്ക് ചെയ്യുന്നതിന് മുന്നുള്ള മെഷർമെൻറ്റ്സ് ആട്ടോ. അത് സ്റ്റീം ചെയ്യുകയോ അല്ലെങ്കിൽ ബോയിൽ ചെയ്യുകയോ എങ്ങനെയാണെന്ന് വെച്ചാൽ എടുക്കുക. അതിൽ പിന്നെ അഡീഷണൽ ഓയിൽ അങ്ങനെയൊന്നും ചേർക്കണ്ട, അതും കൂടെ ചേർക്കുക ഈ ഒരു മീലിൻ്റെ ഒപ്പം. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, നമുക്ക് കാർബോഹൈഡ്രേറ്റിനായിട്ട് പൊട്ടറ്റോ ഉണ്ട്, പിന്നെ നമുക്ക് പ്രോട്ടീൻ റിച്ച് ആയിട്ട് സാൽമൺ ഉണ്ട്, പിന്നെ ഒരു 100 ഗ്രാം ഗ്രീൻ വെജിറ്റബിളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളിപ്പോൾ ഡയറ്റുകാരാണ്, നിങ്ങൾക്ക് ഇങ്ങനെ ഭയങ്കര എരിവും പുളിയുള്ള ഫുഡൊന്നും അങ്ങനെ നിർബന്ധമൊന്നുമില്ല, ഇതുപോലത്തെ ടൈപ്പൊക്കെ ഫുഡ് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. അടിപൊളി സാധനമാണ്. എനിക്ക് തോന്നുന്നത് ഇനി എൻ്റെ ഒരു മാസത്തേക്ക് ഞാൻ ഇത് തന്നെയായിരിക്കും റിപ്പീറ്റ് അടിക്കാൻ പോകുന്നത്. എനിക്ക് അത്രയ്ക്കും ഇഷ്ടമായി, നല്ല ടേസ്റ്റ് ഉണ്ട്, ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പം. അപ്പോൾ ധന്യ, ഈ റെസിപ്പിക്ക് താങ്ക്സ് കേട്ടോ. അന്ന് ഉണ്ടാക്കി തന്ന ഫുഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ഈ റെസിപ്പിക്ക് ഒത്തിരി താങ്ക്സ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ കമൻസും ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മീ. ബൈ.